സെൻസിറ്റിവിറ്റി ഓഫ് വിസ്റ്റൺ ബ്രിഡ്ജ്. നമുക്ക് എങ്ങനെ ഒരു വിസ്റ്റൺ ബ്രിഡ്ജിനെ മാക്സിമം സെൻസിറ്റീവായിട്ട് മാറ്റാം? അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മുടെ ഈ ഒരു വിസ്റ്റൺ ബ്രിഡ്ജ് അറേഞ്ച്മെൻറ്റിൽ 4 ബ്രാഞ്ചുകളാണുള്ളത്, അല്ലെങ്കിൽ 4 ആംസ് ആണുള്ളത്. ഒന്നാമത്തേത് AB, രണ്ടാമത്തേത് BC, മൂന്നാമത്തേത് CD, നാലാമത്തേത് AD. ഓരോ ആമുകളിലും ഓരോ റെസിസ്റ്ററുകൾ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ ആംസിനെയും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന ആമിലും BC എന്ന് പറയുന്ന ആമിലുമാണ് Pയും Qയും കണക്ട് ചെയ്തിട്ടുള്ളത്. P/Q, അതായത് 2 ആമുകളിലെയും റെസിസ്റ്ററുകൾ നമ്മൾ റേഷ്യോ ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 ആമുകളെയും 2 ബ്രാഞ്ചുകളെയും നമുക്ക് വേണമെങ്കിൽ റേഷ്യോ ആംസ് എന്ന് വിളിക്കാം. ഇതിൽ ABയും അതേപോലെ തന്നെ രണ്ടാമത്തെ ബ്രാഞ്ച് BCനെ നമുക്ക് വേണമെങ്കിൽ റേഷ്യോ ആംസ് എന്ന് വിളിക്കാം. കാരണം ഇതാണ് P/Q, അതൊരു റേഷ്യോ ആണ്. P കണക്ട് ചെയ്തിരിക്കുന്നത് ABയിലും Q കണക്ട് ചെയ്തിരിക്കുന്നത് BCയിലുമാണ്. അങ്ങനെയെങ്കിൽ ആ 2 ആമുകളെയും നമുക്ക് റേഷ്യോ ആംസ് എന്ന് വിളിക്കാം. ഇനി ബാക്കിയുള്ള 2 റെസിസ്റ്ററുകളിൽ ഒരു റെസിസ്റ്റൻസ് നമുക്ക് അറിയാം. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമുക്ക് അറിയാം, S എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ല. നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് AD എന്ന് പറയുന്ന ആമിലാണ്. അങ്ങനെയെങ്കിൽ AD എന്ന് പറയുന്ന ആമിന് നമുക്ക് നോൺ ആം എന്ന് വിളിക്കാം. അറിയാത്ത റെസിസ്റ്റൻസ് S കണക്ട് ചെയ്തിരിക്കുന്നത് CD-യിലാണ്. അങ്ങനെയെങ്കിൽ CD എന്ന് പറയുന്നതിന് നമുക്ക് അൺനോൺ ആം എന്നും വിളിക്കാം. ഇതുപോലെയാണ് നമുക്ക് 4 ആമുകളെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുക. ഇനി എങ്ങനെ ഒരു വിസ്റ്റൺ ബ്രിഡ്ജിൻ്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാം? വളരെ എളുപ്പമാണ്. The bridge is maximum sensitive when all the 4 resistances are of the same order. നമ്മുടെ കയ്യിൽ 4 റെസിസ്റ്ററുകളുണ്ട്, അതിലൊരെണ്ണം അറിയില്ല, ഓക്കെ. പക്ഷേ ആ അറിയാത്ത റെസിസ്റ്റൻസിൻ്റെ ഏകദേശം ഒരു റേഞ്ചൊക്കെ നമുക്ക് അറിയാമായിരിക്കും. അതായത് ഇപ്പോൾ 1 മുതൽ 10 വരെ ഓമിന് ഇടയിലുള്ള ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും ഒരു പക്ഷേ S. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള 3 റെസിസ്റ്ററുകളും അതേ ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്യണം. അതായത് P എന്ന് പറയുന്ന റെസിസ്റ്റൻസും Q എന്ന് പറയുന്ന റെസിസ്റ്റൻസും R എന്ന് പറയുന്ന റെസിസ്റ്റൻസും ഏകദേശം 1നും 10നും ഇടയിലുള്ള റെസിസ്റ്റൻസുകൾ തന്നെ ആയിരുന്നാൽ നമുക്ക് മാക്സിമം സെൻസിറ്റിവിറ്റി ലഭിക്കും. എല്ലാ റെസിസ്റ്ററുകളും 4 റെസിസ്റ്ററുകളും ഒരേ ഓർഡറിലാണെങ്കിൽ നമുക്ക് ആ വിസ്റ്റൺ ബ്രിഡ്ജിൻ്റെ സെൻസിറ്റിവിറ്റി മാക്സിമം ആക്കാം. എന്താണ് ഈ ഒരേ ഓർഡർ എന്ന് പറയുന്നത്? ഇപ്പോൾ P എന്ന് പറയുന്നത് ഒരു 5 ഓം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ Q എന്ന് പറയുന്നതും ഏകദേശം ആ ഒരു ഓർഡർ തന്നെയായിരിക്കണം. അല്ലാതെ P എന്ന് പറയുന്നത് ഒരു 5 ഓമും Q എന്ന് പറയുന്നത് ഒരു 500 ഓമും ആണെങ്കിലോ അവരുടെ ഓർഡറുകൾ ഒരിക്കലും ഒരേപോലെയല്ല, ഒരേ ഓർഡറിലായിരിക്കണം. ഇപ്പോൾ 5 ഓം ആണെങ്കിൽ P = 5 ഓം ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം 1നും 10നും ഇടയിലാണ് P എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. അങ്ങനെയെങ്കിൽ Qവും Rഉം ഒക്കെ ഏത് റേഞ്ചിൽ തന്നെ എടുക്കണം? ആ ഒരു 1 ഓമിനും 10 ഓമിനും ഇടയിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ റെസിസ്റ്ററുകളും ഒരേ ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസ്റ്റൺ ബ്രിഡ്ജിൻ്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും.